നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്തെ ഒരു വലിയ യൂസ്ഡ് ബൈക്ക് ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്കും രണ്ട് ഷോറൂമാണ് ഉള്ളത്. ഇവരുടെ ഷോറൂം എന്ന് പറയുമ്പോഴത്തേക്കും പ്രീമിയം ബൈക്കിൻ്റെ യൂസ്ഡ് സെഗ്മെൻറ്റ് വരുന്ന ഒരു ഷോറൂമും പിന്നെ നമ്മുടെ സാധാരണ മോഡൽ മൈലേജ് സെഗ്മെൻറ്റ് അങ്ങനെയുള്ള വില കുറഞ്ഞ വണ്ടികൾ വരുന്ന വേറൊരു ഷോറൂമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇവരുടെ പ്രീമിയം ബൈക്ക് ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഷോറൂം. നമ്മുടെ കോട്ടയം നാട്ടകം പോളിടെക്നിക്കിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ബജാജിന്റെയും ചേതക്കിന്റെയും തൊട്ടടുത്താണ് നമ്മുടെ ഇവരുടെ ഷോറൂം വരുന്നത്. ഷോറൂമിന്റെ പേര് RVT പ്രീമിയം യൂസ്ഡ് ബൈക്ക് എന്നാണ്. അപ്പോൾ ഈ കാണുന്ന സ്റ്റോക്സ് എല്ലാം നമുക്ക് ഇന്നിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോക്സ് ആണ് ഇത് മൊത്തം. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ KTM-ന്റെ ഒരു 3-4-5 വണ്ടിയുണ്ട്. അപ്പോൾ ഒരു ബേബി ഡ്യൂക്ക് ഉണ്ട്, വെളിയിൽ RC ഇരിപ്പുണ്ട്, ഡ്യൂക്ക് 200 ഇരിപ്പുണ്ട്, ഡോമിനാർ ഉണ്ട്, 2 ഡോമിനാർ, ഒരു RC ഇരിപ്പുണ്ട്, പിന്നെ R15 ഉണ്ട്, MT ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന വണ്ടികളുടെ എല്ലാം വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അതുകൂടാതെ വെളിയിൽ കുറച്ച് വണ്ടികളും കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിന്ന് ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞുതരാൻ നമ്മുടെ കൂടെ അനന്ത് ചേരുന്നുണ്ട്. അനന്ത് ഹായ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇവിടെ ഡ്യൂക്കിന്റെ സെക്ഷൻ വരുന്നതാണ്. RC 200 വരും, 2022 മോഡലാണ്. അതിൽ 195 നമ്മുടെ പ്രൈസ് ഇട്ടേക്കുന്നത്. ഓഫർ പ്രൈസ് ആണ് 195. വണ്ടി ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് ചെയ്യുമ്പോഴത്തേക്കാണ് 25 രൂപയ്ക്ക് വണ്ടി ഇറങ്ങുന്നതാണ്. 25 രൂപയ്ക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകും. 25 രൂപയ്ക്ക് വണ്ടി ഇറങ്ങിക്കൊണ്ടു. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വണ്ടി കണ്ടല്ലോ, RC 200 മോഡൽ പറയുമ്പോഴത്തേക്കും 2022 വണ്ടിയാണ്. 22 മോഡൽ വണ്ടിയാണ്, ക്ലീൻ പീസ് വണ്ടിയാണ്, 2 പുതിയ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 25,000 രൂപയ്ക്ക് ഇറക്കിക്കൊണ്ട് പോകും. അപ്പൊ 25,000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം എന്നാ അടവ് വരുമായിരിക്കും പ്രതിമാസം 3 മാസം 4 ലക്ഷം വരെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ EMI 4,000 രൂപയ്ക്ക്. ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടി അതൊരു KTM ഫാമിലി തന്നെ വരുന്നതാണ്. ഓക്കെ. അതിന് RC 200 2020 മോഡലാണ്. 2020 മോഡൽ വണ്ടി. 2020 മോഡൽ 185 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 1,85,000 രൂപയ്ക്ക് നമുക്ക് ഒരു 200 കൂടി ഇരിപ്പുണ്ട്. RC 200 തന്നെയാണ്. 200 തന്നെയല്ലേ? 200 തന്നെ. ഓൾഡ് ഷേപ്പ് ആണ്, മറ്റേ ന്യൂ ഷേപ്പ്. ഇത് ന്യൂ ഷേപ്പ് വണ്ടി വരും. ഇത് നമ്മുടെ നേരത്തെ 2020 മോഡൽ വണ്ടിയാണ്. അപ്പൊ ഇതിന് ഏകദേശം എത്ര വേണ്ടി വരും? ഇതും സെയിം ആണ്. 25,000 എടുത്താൽ നമുക്ക് ഇറങ്ങിക്കൊണ്ട് പോവാം. ഓക്കെ, ഈ പറഞ്ഞ സെയിം നമ്മുടെ അടുത്തൊരു മറ്റേ നേക്കഡ് വണ്ടി അല്ലേ? 200 ആണ്, നേക്കഡ് ആണ്. നേക്കഡ് 200 അതും 2022 വണ്ടിയാണ്. 2022 വണ്ടിയാണ് അല്ലേ? 2022 മോഡൽ ഡ്യൂക്ക് 200 ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ABS വരുന്നത് അല്ലേ? ABS വരുന്നത്. ഇതിനകത്ത് എല്ലാ ABS തന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഇത് നമുക്ക് തോന്നുന്നു 13,000 കിലോമീറ്ററോളം. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13,000 കുറവാണ് താഴെ. 1,000 കിലോമീറ്റർ 1,500 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയല്ലേ? അതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എടുത്ത് പറയത്തക്ക വീഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ഷോറൂം കണ്ടീഷൻ ആണ് വണ്ടി. എല്ലാ ഷോറൂം കണ്ടീഷൻ പക്ക. വില എന്താണ്? വില വരുമ്പോഴത്തേനും 195 195. എത്ര വേണ്ടി വരും നമുക്ക് ഇറങ്ങി? 25 രൂപ നമുക്ക് എല്ലാ വണ്ടി മിക്ക ഇറങ്ങിക്കൊണ്ടു. ഓക്കെ, നമ്മുടെ അടുത്തൊരു വണ്ടിയിലോട്ടോ. ഓക്കെ, നമുക്ക് RS ആണ്, ബജാജിന്റെ വണ്ടി. RS അല്ലേ? RS 200 ആണ്. അത് നമുക്ക് വരുന്നത് 2018 മോഡൽ വണ്ടിയാണ്. 2018 മോഡൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 2018 വണ്ടി. ഇത് വരുമ്പോഴത്തേക്കും ഡൗൺ നമ്മുടെ റേറ്റ് വരുന്നത് 98 രൂപ. 98,000 ആണ്. 98 രൂപയ്ക്ക് ഇറങ്ങിക്കൊണ്ടു പോവാം. 98,000 വണ്ടി പ്രൈസ്. ഓക്കെ, മോഡൽ വരുമ്പോഴത്തേക്കും 2018 മോഡല് RS 200 അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വണ്ടിയാണ്. വണ്ടിക്കകത്ത് എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. ഓക്കെ, അപ്പൊ 2 ടയറും കാര്യങ്ങളും എല്ലാം പുതിയത് തന്നെയാണ്. ഇത് ABS വണ്ടിയാണ്. ഇത് ABS ഉള്ള ആണോ? ഓക്കെ, ABS വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ 12,000 രൂപ മതി. 12,000 രൂപയ്ക്ക് നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. നമ്മുടെ അടുത്തൊരു ഡോമിനാർ ഇരിപ്പുണ്ട്. ഡോമിനാർ 250 ആണ്. 250 അല്ലേ? 2021 മോഡലാണ് വണ്ടി. 21 മോഡൽ 250. മറ്റേ 2 സൈലൻസർ വരുന്ന മോഡൽ അല്ലേ? ഓക്കെ. അപ്പൊ 2021 മോഡല് ഡോമിനാർ 200 ആണിത്. ടയർ ഭാഗങ്ങൾ കണ്ടല്ലോ, വളരെ 250. ഡോമിനാർ 250 ആണ്. അപ്പൊ ഇത് കിലോമീറ്റർ 52 കിലോമീറ്റർ അല്ലേ? 52 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി കണ്ടല്ലോ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. വേണ്ടത് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ താഴെ നമ്പർ ഉണ്ട്. ഇതിന്റെ വില എത്രയാണ്? ഇതിന്റെ വില വരുന്നത് ഏറ്റവും ഓഫർ പ്രൈസ് ആണെങ്കിൽ 1,40,000 ആണ്. 1,40,000 രൂപയ്ക്ക് 1,40,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാം. ഡൗൺ പേയ്മെന്റ് ആയിട്ട് എത്ര വേണ്ടി വരും? ഇതും 20-25. ഒരു 25 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ വണ്ടിയും. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്തൊരു വണ്ടി പിന്നെ ഡോമിനാർ 400 ആണ്. ഡോമിനാർ 400, അതും മറ്റേ
ഗ്രീൻ കളർ വരുന്ന ഒരു വണ്ടിയാണ്. ഡോമിനാർ 4 അഡ്വഞ്ചർ ആണ്. കുറച്ച് കിറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ കേട്ടിട്ടുണ്ട് അല്ലേ? അതൊക്കെ ആക്സസറീസ് ആണ്. എക്സ്ട്രാ നമ്മള് കമ്പനി കമ്പനി സ്റ്റോക്ക് കൊടുക്കുന്ന ആക്സസറീസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അഡ്വഞ്ചർ മോഡലിനകത്ത് വരുന്ന ടൂറിംഗ് കിറ്റ് എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന. ഓക്കെ. ഇപ്പൊ ഇതിന്റെ ടയർ കാര്യങ്ങളെല്ലാം പുതിയ ടയർ അല്ലേ? എല്ലാം സ്റ്റോക്ക് ടയേഴ്സ് ആണ്. സ്റ്റോക്ക് ടയേഴ്സ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് ആക്സിഡന്റ് ഓടിയിട്ടുള്ളത് 18,000 കിലോമീറ്റർ ആണ്. ആകെ 18,000 കിലോമീറ്റർ ഈ വണ്ടി ഓടി. 2023 മോഡലാണ്. 2023 മോഡൽ വണ്ടി. അപ്പൊ ഇപ്പൊ ഒരു കൊല്ലം ആയിട്ടില്ല. ഒരു കൊല്ലം ആവുന്നുള്ളൂ. അപ്പൊ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നവർ ജസ്റ്റ് നമ്മുടെ RVT ഷോറൂമിലോട്ടൊന്ന് വിളിച്ചു നോക്കുക. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും മോഹ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആസ്ക് ചെയ്യുക. ഈ പ്രൈസിനകത്ത് നമുക്ക് എന്താണ് വില? ഇതിന്റെ വില വരുന്നത് 1,95 ആണ്. 1,95,000 രൂപ. അപ്പൊ ഇതിന്റെ പുതിയ ഇപ്പൊ എന്നാ വിലയുണ്ട്? അതിന് 2,36 2,60 ഒക്കെ വരുന്നുണ്ട്. 2,60 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ കൂട്ടി നോക്കുക ഏകദേശം എത്ര രൂപ നമുക്ക് ലാഭം ഉണ്ടാവും എന്നുള്ള കാര്യം. അത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പൊ ഇതിനും 25 രൂപ മതിയാവോ അതോ കുറച്ചും കൂടെ? 25 രൂപ അടച്ചാൽ 25 രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങും. ഈ പറഞ്ഞ 4,000 രൂപയ്ക്കകത്ത് അടവ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു V3 അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ? ഏതാ മോഡല്? V3 2020 മോഡലാണ്. 2020 മോഡൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഈ കാണുന്ന വണ്ടി 2020 മോഡൽ V3 ആണ്. ആകെ 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഭാഗങ്ങളെല്ലാം അത്യാവശ്യം 90% നമുക്ക് ടയർ ഉണ്ട്. പുറകിലൊക്കെ പുതിയ ടയറാണ് തോന്നുന്നു അല്ലേ? ഓക്കെ. അതെല്ലാം സ്റ്റോക്കാണ്. ഇതെല്ലാം സ്റ്റോക്ക് ടയറാണ്. ഓക്കെ. അപ്പോ വണ്ടി നിങ്ങൾ കണ്ടല്ലോ. വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കകത്തില്ല. നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. എന്താണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,35. 1,35,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് ഇവിടെ ഇറക്കി കൊണ്ടുപോകാം. നമ്മൾ റെഡി ക്യാഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൈസക്കകത്ത് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണോ? അതെ, ആക്ച്വലി നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി പറഞ്ഞ 25,000 രൂപ തന്നെ മതിയാവോ? ഓക്കെ. അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം കണ്ടീഷൻ ആണ്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. സർവീസ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന. ഓക്കെ. അപ്പൊ ഇത് 25,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് അടുത്ത MG ഇരിപ്പുണ്ടല്ലേ? MT 15 യമഹയുടെ വണ്ടിയാണ്. എല്ലാം ഇപ്പോഴത്തെ യൂത്തിനൊക്കെ ട്രെൻഡിങ് ആയി കിടന്നുകൊണ്ടിരിക്കുന്ന 2 വണ്ടികളാണിത്. അപ്പോൾ MGയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബ്രോ? MGയുടെ ഡീറ്റെയിൽസ് 2020 മോഡലാണ് MG ഇരിക്കുന്നത്. നമുക്ക് 2020 സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. 16,000 കിലോമീറ്റർ ഓടി. 2020 വണ്ടി. 2020 വണ്ടി. ഇത് വണ്ടി 16,000 കിലോമീറ്റർ ഓടി നിർത്തിയെങ്കിൽ തന്നെ അറിയാലോ ഏറ്റവും ഈസ്റ്റായിട്ടാണ് ഓടിയിരിക്കുന്നത്. അതെ, സത്യം. അപ്പൊ എന്താണ് ഇതിന് ചോദിക്കുന്നതല്ല? ഇത് ചോദിക്കുന്ന വില തന്നെ 1,42 ആണ്. 1,42,000 രൂപ. ഓക്കെ. 25 ഓക്കെ. അപ്പൊ നിങ്ങൾ വണ്ടി കണ്ടല്ലോ. വണ്ടിയെ പറ്റി ഞാൻ പറയാം. ടയർ ഭാഗങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടിയുടെയും ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല ഭാഗങ്ങളാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടോ? ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല. മറ്റേ ക്ലെയിം കാര്യങ്ങൾ അങ്ങനെ ഒന്നും യാതൊരു കാര്യങ്ങളില്ല. ഓക്കെ. ഡീറ്റെയിൽസ് ഒരു പ്രശ്നം. പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. അപ്പൊ എല്ലാം മോഡൽ വണ്ടിയാണ്. പിന്നെ പേപ്പർ ഭാഗം ചോദിക്കേണ്ട കാര്യം അത് വരുന്നില്ല. ഓക്കെ. അപ്പൊ വണ്ടിയിൽ നമുക്ക് എടുത്തു പറയാതൊക്കെ വേണം. സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. വണ്ടി ക്ലീൻ ആണ്. 2 ഡിസ്ക് വരുന്നൊരു മോഡലാണ്. 1MT 15. വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ താഴെ കൊടുത്തേക്കാം. അടുത്ത നമുക്ക് 2 എക്സ്പൾസ് അല്ലേ? ഹീറോയുടെ കാറ്റഗറി വരുന്ന 2 അഡ്വഞ്ചേഴ്സ് മോഡൽസ് വരുന്നുണ്ട്. 2 എക്സ്പൾസ്. ഒന്ന് 2V 2020 മോഡലാണ്. 21 മോഡലാണ്. 21. അത് 4V അല്ലേ? അത് 4V ആണ്. ഓക്കെ. ഇത് 2V ആണ്. അത് 4V ആണ്. അത് 22 മോഡൽ. 22 മോഡൽ. 21 മോഡൽ വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ഈ വണ്ടി ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 95 രൂപയാണ്. 95,000 റുപ്പീസിനാണ് നമുക്ക് വണ്ടി എടുത്തിരിക്കുന്നത്. നെഗോഷ്യബിൾ ആണോ? നോക്കാം. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ 25 രൂപ 20 രൂപയ്ക്ക് ഇറങ്ങും. ഓക്കെ. 95,000 രൂപ നമ്മളിവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഉള്ളൂ. 2021 അല്ല, 2021 മോഡല്. 2021 മോഡല് എക്സ്പൾസ് ആണ്. 2V. അപ്പോൾ ഇത് 4V ആണ്. 2022 മോഡൽ എക്സ്പൾസ് 4V ആണ്. 4 വാൽവ് ആണ് ഈ വണ്ടി വരുന്നത്. റെഡ് കളറിലാണ് വരുന്നത്. ടയർ ഭാഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ 2ന്റെയും ടയർ ഭാഗം അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ തന്നെയാണ്. സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എടുത്തു പറയത്തൊക്കെ ആണ് ഇത് 2 ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളോ ഒന്നും ക്ലെയിം കാര്യങ്ങളോ ഒന്നും കേറിയിട്ടില്ലാത്ത വണ്ടികളാണല്ലോ. ഓക്കെ. അത് കുറച്ചുകൂടെ അഡ്വഞ്ചർ എല്ലാം സർവീസ് കണ്ടീഷനാണ് ഇരിക്കുന്നത്. ഓക്കെ. കുറച്ചുകൂടെ അഡ്വഞ്ചർ വണ്ടി ആയതുകൊണ്ട് നമ്മൾ അത് എടുത്തു ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബ്രോ? വിലയും ഇത് വരുന്നത് 2022 മോഡൽ 1,32 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഓക്കെ. ഒന്നുമില്ല. 20,000 രൂപയ്ക്ക് അടുത്താൽ ഇറക്കിക്കൊണ്ട് പോകാം. ഓക്കെ. അപ്പൊ നിങ്ങൾ വണ്ടി കണ്ടല്ലോ. അപ്പൊ ഈ ഷോറൂമിനകത്തിരിക്കുന്ന വണ്ടികൾ നമുക്ക് വെളിയിൽ കുറച്ച് വണ്ടികളുണ്ട്. അതും കൂടെ നമുക്ക് കാണിക്കാം.
ഈ വെളിയിൽ 2 ജാവയും ഒരു ബേബി ഡ്യൂക്കും പിന്നെ എന്തൊക്കെയാണ് ഇരിക്കുന്ന ഒരു ഹൈനസ് ഇരിപ്പുണ്ട്. ഹൈനസ് അല്ല, CB 350 ആണ്. ഓക്കെ, അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവർക്ക് നമ്മൾ ചെറുതായിട്ടൊരു ഓണത്തിന്റെ ഓഫർ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും ഒരു ഹെൽമെറ്റ് അല്ലേ? ഹെൽമെറ്റ്, ആ ഹെൽമെറ്റ് ഒന്ന് കാണിക്കാം. 4600 രൂപ വില വരുന്ന ഒരു ഹെൽമെറ്റ് ആണ്. അപ്പൊ ഈ കാണുന്ന ഹെൽമെറ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഓണത്തിന് ഓഫർ ആയിട്ട് എടുക്കുന്ന എല്ലാ വേരിയന്റ് ഉണ്ട്. ഓക്കെ, ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ പറ്റും. പല വേരിയന്റ് നമുക്ക് ഇപ്പോൾ ഒരിക്കുന്ന വേരിയന്റ് ആണ് വെച്ചിരിക്കുന്നത് ഡിസ്പ്ലേക്ക്. ഈ കാണുന്ന ഹെൽമെറ്റ് ഏത് വണ്ടി എടുത്താലും കൊടുക്കുന്നുണ്ടോ? പ്രീമിയം വണ്ടികളെല്ലാം എടുക്കുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ഹെൽമെറ്റ് നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് വെളിയിൽ ഇരിക്കുന്ന 2-3 വണ്ടികളും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കണ്ടേച്ച് വരാം. 2 ജാവ അവൈലബിൾ ആയിട്ടുണ്ട്, ഒരു ബേബി ഡ്യൂക്ക് ഉണ്ട്, ഒരു CB RS ഇരിപ്പുണ്ട് അല്ലേ? ഓക്കെ, 350 RS. ഓക്കെ, അപ്പൊ ജാവയുടെ വില എങ്ങനെയാണ്? നമുക്കെല്ലാം മിക്കവർക്കും റെട്രോ സ്റ്റൈൽ നോക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് 2 ജാവയാണ് ഇരിക്കുന്നത്. ഇത് വരുന്നത് 2019-20 മോഡലാണ്. 19 വണ്ടി, 20 രജിസ്ട്രേഷൻ വരുന്നത്. അത് വരുന്ന പ്രൈസ് ഏറ്റവും 1.5 ആണ്. 1,50,000 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 1,50,000 രൂപയാണ് വണ്ടിയുടെ പ്രൈസ്. 15,000 രൂപ അടിച്ചാൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 1,50,000. ഈ 5,000 കൂടെ കുറച്ച് 1 ലക്ഷം ആക്കി കൂടെ? നമ്മൾ ഓഫേഴ്സ് ഹെൽമെറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മള് എസ്പെഷ്യലി നമ്മൾ പേപ്പർ വർക്ക്സ് എല്ലാം നമ്മളാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പേര് ഉൾപ്പെടെ മാറി എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ നെഗോഷ്യബിൾ ആണോ? അല്ല, ഓക്കെ. അപ്പൊ വണ്ടി കണ്ടല്ലോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ ഇരിക്കുന്ന ഒരു ജാവയാണ്. ഒരു ജാവയും കൂടെ ഉണ്ട്. നമുക്ക് ബേബി ഡ്യൂക്കിനെ പറ്റി നോക്കാം. ഇത് 2019 മോഡൽ വണ്ടിയാണ്. ഓക്കെ, 390 ആണ്. 200 അല്ലേ? 2019 മോഡൽ 200 ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പൊ തട്ടോ മുട്ടോ അപകടം കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഇൻഷുറൻസ് എല്ലാം പക്കയായിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും മേജർ ക്ലെയിം കാര്യങ്ങളൊന്നും വന്നേക്കുന്ന ഒരു വണ്ടിയല്ല. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. വൈറ്റ് കളറാണ് വണ്ടി വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഏകദേശം 20,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. ഇതിന്റെ വില എന്താണ്? ഇത് വരുമ്പോ 1,50,000 പ്രൈസ്. 1,00,000 രൂപ. 1,00,000 രൂപയ്ക്ക് നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയൊരു ബേബി ഡ്യൂക്ക് ആണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെൻസി പിള്ളേർക്കുടെ ഒക്കെ അല്ലെ ഒരു മോഡൽ വണ്ടിയായിരുന്നു ഇത്. നമുക്ക് അടുത്തൊരു വണ്ടി ഇടും. നമ്മുടെ അടുത്തൊരു ജാവ. സെയിം വില തന്നെയാണോ? സെയിം മോഡൽ കാര്യങ്ങളല്ല? മോഡൽ 2020-21 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ വണ്ടി. 1,15,000 രൂപയാണ് വണ്ടി വരെ ഇട്ടേക്കുന്നത്. 1,15,000 രൂപ വ്യത്യാസമുണ്ട്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും 19 മോഡൽ വണ്ടി അല്ലേ? 19 മോഡൽ, 20 രജിസ്ട്രേഷൻ. 2020 മോഡലാണ്. 20 മോഡൽ, 21 രജിസ്ട്രേഷൻ വരുന്നത്. 10 രൂപ. ഇതിന് ഡൗൺ പേയ്മെന്റ് 15,000 എടുത്താൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 15,000 രൂപയ്ക്കകത്ത് നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി വേണ്ടവരെ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അടുത്തൊരു വണ്ടി ഹോണ്ടയുടെ കാറ്റഗറി വരുന്നതാണ്. CB 350 RS വരും. CB 350 RS അലോയ് വീലും കാര്യങ്ങളും എല്ലാം സ്റ്റോക്ക് വരുന്നൊരു വണ്ടിയാണിത്. രണ്ടും ന്യൂ ടയേഴ്സ് ആണ്. ഓക്കെ, പുതിയ ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വണ്ടി കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി ഓടിച്ചവർക്ക് അറിയാം ഇതിന്റെ ഗുണം അല്ലേ? ഹോണ്ടയുടെ വണ്ടി പവറും ഓടിക്കും അറിയാലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ഇതിന് ചോദിക്കുന്ന വില? ഇതിന് വില എന്ന് പറഞ്ഞാൽ 1,95 ആണ് നമ്മൾ ചോദിക്കുന്നത്. 1,95. ഓക്കെ, ഫൈനാൻസ് കാര്യങ്ങളെല്ലാം 25 രൂപയ്ക്ക് വണ്ടി ഇറങ്ങി. 25 രൂപ മതി. 25 രൂപ മതി വണ്ടി ഇറങ്ങാൻ. ഓക്കെ, അപ്പൊ ഇതിനും 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇതിന്റെ പുതിയ എന്നാ വില വരുന്നുണ്ട്? പുതിയ 2,36, 2,40 അടുത്ത് വരുന്നത്. ആണോ? ഇത് ഏത് മോഡലാന്ന് പറഞ്ഞാൽ 23-യോ? 2022 മോഡൽ. 22 മോഡൽ വണ്ടിയാണ്. അപ്പൊ അത് നമ്മുടെ വണ്ടിയാണോ? അത് എക്സാക്ട് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടിയുടെ എടുത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത്രയും കണ്ട വണ്ടികളാണ് നമുക്ക് ഇപ്പൊ നിലവില് ഇവരുടെ പ്രീമിയം സെഗ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ കാണുന്ന വണ്ടികളൊന്നും അല്ല, ഇവർക്ക് വേറൊരു ഷോറൂമും കൂടെ ഉണ്ട്. അത് ഫുള്ള് വണ്ടികളാണ്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും നിങ്ങൾ ചാനൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അവിടെ കുറച്ചും കൂടെ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം കയറാനുണ്ട്. അത് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ ആ ഒരു ഷോറൂമിന്റെ കാണിക്കുന്നതായിരിക്കും. അവിടെ കുറച്ചും കൂടെ ഇരിക്കുന്നത് ബഡ്ജറ്റ് ഓറിയന്റഡ് വണ്ടികളാണ്. മൈലേജ് കാറ്റഗറി വരുന്നുണ്ട്. ഏകദേശം നമുക്കൊരു പ്ലാറ്റിന അങ്ങനെ ഒരു വണ്ടിയൊക്കെ എന്നാ വിലക്ക് ഇറക്കിക്കൊണ്ടാൻ പറ്റും അവിടുന്ന്? ഫുൾ പേയ്മെന്റ് നമുക്ക് 68 ആണ്. പുതിയ 2023 വണ്ടി വെച്ചേക്കുന്നത്. അത് 2000 പ്ലാറ്റിന ഇരിക്കുന്നത് 110 ആണ്. ABS ഉള്ളത്. വണ്ടി വില വരുമ്പോഴത്തേക്ക് തന്നെ അത് 1,10, 1,5, 1,7 രൂപ വണ്ടി വരും പുതിയ വണ്ടിക്ക്. 68 രൂപയ്ക്ക് നമുക്ക് ഇറങ്ങിക്കൊണ്ടോ? 68 രൂപ ഇറങ്ങണം. അപ്പൊ ഏകദേശം 1,10 എന്ന് പറയുമ്പോഴത്തേക്ക് 40,48,000 രൂപ, 45,000 രൂപ അടുത്തോളം നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവരെ വിളിക്കുക. ഇവരുടെ ഓഫറും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. തീരുന്നത് എന്നവരെയാണ് നമ്മുടെ ഈ ഹെൽമെറ്റിന്റെ ഓഫർ. ഓണം കഴിയുന്നിടം വരെയാണ് ഓഫേഴ്സ് ഉള്ളത്. തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഈ കാണുന്നതാണ് ഷോറൂം. അപ്പോൾ ബൈ.